സാർ നമസ്കാരം. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നൊരു പഴമൊഴി കേരളത്തിലുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നുവോ അത് കർമ്മം നമുക്ക് തിരിച്ച് കിട്ടും, അല്ലെങ്കിൽ കർമ്മഫലം അനുഭവിക്കാതെ പോകാൻ പറ്റില്ല എന്ന് പണ്ട് ഗീതാകാരനായ കൃഷ്ണൻ പറഞ്ഞതുപോലെ ഇതിപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം കൊല്ലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ അതേ നാണയത്തിൽ മുഖ്യമന്ത്രിക്ക് അവിടെ മറുപടി കിട്ടി. കൊടുത്താൽ കൊല്ലത്തും കിട്ടും. മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 140 മണ്ഡലങ്ങളിലും ഓടി നടന്ന് പ്രചരണം നടത്തുമ്പോൾ കഴിയുന്നത്ര മാധ്യമങ്ങൾ കാണുന്നു. പണ്ട് മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞിരുന്നയാൾ ഇപ്പോൾ നമ്മൾ ഉൾപ്പെടെയുള്ള ഓൺലൈൻ മാധ്യമങ്ങൾക്ക് പോലും അഭിമുഖം തരാൻ തയ്യാറായി നിൽക്കുന്നൊരവസ്ഥയിലാണ് കാര്യങ്ങൾ. കാരണം ഈ 10 വർഷത്തെ ഗുണഗണങ്ങൾ നേട്ടങ്ങൾ പറഞ്ഞ് ഏതു വിധേനയും 10 വോട്ട് വെട്ടിയിലാക്കണം. പക്ഷേ അപ്പോഴും ജാത്യാലുള്ളത് തൂത്താ പോകില്ല എന്ന് പറയുന്ന ഒരു രീതിയുണ്ടല്ലോ. ചെമ്പ് തെളിയും. നീലക്കുറുക്കൻ പിന്നീട് മഴ പെയ്തപ്പോൾ തനി സ്വരൂപം കണ്ടതുപോലെ മുഖ്യമന്ത്രി മാധ്യമ സമ്മേളനത്തിന് എത്രയൊക്കെ പിടിച്ച് ഡിപ്ലോമാറ്റായിട്ട് പെരുമാറാനൊക്കെ ശ്രമിച്ചാലും ആ തനി സ്വരൂപം പുറത്തു വരും. അതാണ് കൊല്ലത്ത് കണ്ടത്. ദേശാഭിമാനി, കൈരളി ചാനൽ തുടങ്ങിയ പാർട്ടി അനുഭാവമുള്ള ചാനലുകളും മാധ്യമങ്ങളും ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞു. അത് ഏറ്റവും വിചിത്രമായി തോന്നിയത്, ഒരു ചോദ്യത്തിന് 2 ചോദ്യത്തിന് മുഖ്യമന്ത്രി എഴുതി തയ്യാറാക്കിയ മറുപടി ആണ് പറഞ്ഞത്. എങ്ങനെയാണ് മാധ്യമപ്രവർത്തകർ ഇന്ന ചോദ്യം ചോദിക്കുമെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു? അപ്പം നേരത്തെ മുഖ്യമന്ത്രിക്ക് ചോദ്യം എഴുതി കൊടുത്തു. മുഖ്യമന്ത്രിയുടെ PR വർക്ക് നടത്തുന്നവർ അല്ലെങ്കിൽ പ്രസ് സെക്രട്ടറി ആരാന്ന് വെച്ചാൽ അവർ ആ ചോദ്യത്തിന് ഉത്തരം കൊടുത്തു. ഇത് മാധ്യമങ്ങളെ കൊണ്ട് അവിടെ വെച്ച് ചോദിപ്പിച്ചു. അവർ പറഞ്ഞു. ഇങ്ങനെയുള്ള കലാപരിപാടികൾ കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി എഴുന്നേറ്റ് പോയി. ഇത് മാധ്യമപ്രവർത്തകരെ വല്ലാതെ ചൊടിപ്പിച്ചു. അവർ എഴുന്നേറ്റ് നിന്ന് ചങ്കുറ്റത്തോടുകൂടി പറഞ്ഞു, ഞങ്ങൾ മാധ്യമപ്രവർത്തകരാണ്, ആരുടെയും സാമന്തന്മാരല്ല, ആരുടെയും അടിമക്കമ്മികളല്ല ഞങ്ങൾ. ഈ സമൂഹത്തിൽ നടക്കുന്ന നേരായ കാര്യങ്ങൾ നേരായ സമയത്ത് സമൂഹത്തോട് വിളിച്ചു പറയാൻ പ്രതിജ്ഞാബദ്ധരാണ്. ഞങ്ങൾ സേവന സന്നദ്ധരാണ്. ഞങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ തന്നെയാണ് നിങ്ങളെപ്പോലുള്ള നേതാക്കന്മാരെ ഒരു പരിധിവരെ ജനങ്ങളിലേക്ക് എത്തിച്ചത്, സൃഷ്ടിച്ചതെന്ന് വേണമെങ്കിൽ അവകാശപ്പെടുന്നില്ല. പക്ഷേ അത്തരം മാധ്യമപ്രവർത്തകരെ നിങ്ങൾ വെല്ലുവിളിക്കുന്ന രീതിയിൽ, അപഹാസ്യരാക്കുന്ന രീതിയിൽ തിരിഞ്ഞു പോകുന്നത് നെറികേടാണ്. ഞങ്ങൾ മാധ്യമപ്രവർത്തകരാണ്. ഇത് കേട്ടപ്പോൾ മുഖ്യമന്ത്രിക്ക് കൊണ്ടു. മറ്റൊരു കാര്യം കൂടി ഇദ്ദേഹം പറഞ്ഞു. ഈ മാധ്യമപ്രവർത്തകർ, അതായത് മുൻപ് ക്രൈമിൻ്റെ ചീഫ് എഡിറ്ററായ TP നന്ദകുമാറും മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻ സ്കറിയയ്ക്ക് എങ്ങനെയാണോ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നെറുകേടുകൾ, രാഷ്ട്രീയ നെറുകേടുകൾ തുറന്നു കാണിച്ചത്, അതുപോലെ ഒരു മാധ്യമപ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് മനസ്സിലായില്ല, ജയശങ്കർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു. മാത്രമല്ല അദ്ദേഹം മറ്റു കാര്യം കൂട്ടിച്ചേർത്തത്, നിങ്ങളുടെ MP ആയ ജോൺ ബ്രിട്ടാസ് പറഞ്ഞല്ലോ ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ മാധ്യമ സമ്മേളനം നടത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പ്രസ് കോൺഫറൻസ് നടത്തിയിരിക്കുന്നത് പിണറായി ആണെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഭയപ്പെട്ടു വിടുന്നത്? ഇത് നെറികേടാണ്. പറഞ്ഞ ഭാഷയ്ക്ക് കുറച്ച് വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. ഇത് കേട്ട വഴി മുഖ്യമന്ത്രി യൂട്ടേൺ എടുത്ത് ആ സീറ്റിൽ വന്നിരുന്നു. മൈക്ക് സ്വിച്ച് ഓൺ ആക്കിക്കൊണ്ട് പറഞ്ഞ അതിലും വലിയ വങ്കത്തരം. എന്തെങ്കിലും ചോദ്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്, മനസ്സിലിരിക്കരുത്, നിങ്ങൾ തുറന്നു പറയണമെന്ന്. മാധ്യമങ്ങൾ ചോദിച്ച ഒറ്റ ചോദ്യത്തിന് മറുപടി പറയുന്നില്ല. ദേശാഭിമാനി, കൈരളി TV, റിപ്പോർട്ടർ ചാനലുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുകയല്ല, അവിടെ നടന്ന കാര്യങ്ങളാണ് പറയുന്നത്. അവരൊക്കെ മുഖ്യമന്ത്രിയുടെ ഗുണഗണങ്ങൾ വാഴ്ത്തിപ്പാടുന്ന സ്തുതിപാഠക വൃന്ദങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം മറുപടി, ഭരണ നേട്ടങ്ങളെക്കുറിച്ച് മാത്രം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി. SDPI പോലുള്ള സംഘടനയായിട്ട് ഈ 2026 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സഖ്യമുണ്ടോ, അവരുടെ വോട്ട് കിട്ടിയാൽ സ്വീകരിക്കൂ എന്നൊക്കെയുള്ള കാതലായ ചോദ്യങ്ങൾ വരുമ്പോൾ അസഹിഷ്ണുതയോടുകൂടി ഇത് വേറെ എന്തോ സൂക്കേടാണ് എന്നുള്ളൊരു മട്ടിൽ എഴുന്നേറ്റ് പോകണം. എങ്ങനെയാണ് ഇതിനെ അങ്ങ് വിലയിരുത്തുക? കൊടുത്താൽ കൊല്ലത്തും കിട്ടിയോ? ഒരു സ്വേച്ഛാധിപതിയുടെ ആദ്യ ലക്ഷണം, ഉപലക്ഷണം പോലും അങ്ങനെ ആയിരിക്കും പലപ്പോഴും. ആദ്യ ലക്ഷണം എന്ന് പറയുന്നത് എതിരായി വരുന്ന ചെറിയ അപശബ്ദങ്ങളെപ്പോലും അടിച്ചമർത്താൻ നോക്കുക, അസഹിഷ്ണുത കാണുകയും അതിനെ അടിച്ചമർത്തുകയും ചെയ്യുക എന്നുള്ളത്. ആരുന്നയിച്ചെന്നുള്ള പോലും പ്രശ്നം സ്വേച്ഛാധിപതി ആയിക്കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ ധാരണ, അല്ലെ പിണറായി വിജയനെ മറ്റുള്ളവർ ചേർന്ന് ധരിപ്പിച്ചിരിക്കുന്നത് ഇദ്ദേഹം എന്തോ വലിയ മനുഷ്യനാണ്. കേരളത്തിൻ്റെ ഈ വീണ ജോർജിൻ്റെ കപ്പിത്താനുള്ള പ്രയോഗമൊക്കെ ഒരു ഹിപ്നോട്ടിസം പോലെ നടക്കുന്നുണ്ട്. സർ, ഒരു വലിയ മനുഷ്യനാണ് എന്നുള്ളൊരു ആ ഒരു പരാമർശത്തോട് ഒന്ന് പറയട്ടെ. അതായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ആരിയ്ക്കുന്നുവോ അവർ ആരായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുഖ്യമന്ത്രിയാണ്. അർഹിക്കുന്ന എല്ലാ സ്ഥാനമാനങ്ങളും ബഹുമാനങ്ങളും നമ്മൾ ആ പദത്തിനോട് കൽപ്പിക്കും. നമ്മൾ ഇത്രയും ആളുകളുടെ, കേരളീയരുടെ മുഖ്യമന്ത്രി തന്നെയാണ്. പക്ഷേ ആ മുഖ്യമന്ത്രി പദം അലങ്കരിക്കുന്ന ആളിൽ നിന്നും സാമാന്യമായി നമ്മളും ചില മാന്യതകളും സംസ്കാരവും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ല, പത്രക്കാരോട് മോശമായിട്ട് ഇപ്പോൾ കരുണാകരനൊരു ധിക്കാരി എന്ന് വേണം പറയാവുന്നൊരു മുഖ്യമന്ത്രിയാണ്. പത്രക്കാരോട് ആരോടെങ്കിലും കരുണാകരൻ ഇറങ്ങ പുറത്തുനിന്നോ കിടക്കോ പുറത്തുനിന്നോ പറഞ്ഞിട്ടില്ല.
നയനാർ പറഞ്ഞിട്ടില്ല, EMS പറഞ്ഞിട്ടില്ല. എന്തിന് കർക്കശക്കാരനായ അച്യുതാനന്ദനോ അല്ലെങ്കിൽ അച്യുതമേനോനോ പറഞ്ഞിട്ടില്ല. അവരോട് അച്യുതാനന്ദൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പോലും കാര്യങ്ങൾ മുഴുവൻ കേട്ട് പറയാവുന്ന മറുപടി പറഞ്ഞിട്ട് അറിയത്തില്ലാത്ത കാര്യം അറിയത്തില്ലെന്ന് പറയണത്. സാർ, ഇവർ ഈ മാധ്യമ സമ്മേളനം വിളിക്കുന്നത് ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ, അതായത് പൊതുസമൂഹത്തോട് പറയാനുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ എത്തിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണല്ലോ. അല്ലാതെ സ്വകാര്യ വിഷയങ്ങൾ ഒരു കാരണവശാലും മാധ്യമങ്ങളെ വിളിച്ച് ആരും ചർച്ച ചെയ്യില്ലല്ലോ. ഇന്നിപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയപരമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചിരിക്കുന്ന അവരുടെ നിലപാടുകളെക്കുറിച്ച് വ്യക്തമാക്കുന്നതിന് വേണ്ടി തന്നെയാണ്. അല്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിൻ്റെ ഗുണഗണങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ പത്രസമ്മേളനം. ആ ഉദ്ദേശം സംഗതി ശരി. സാധാരണ പറയാറ് ഇന്ദിരാഗാന്ധിയുടെയൊക്കെ സ്റ്റൈലിൽ കളിയാക്കൊണ്ട് പറയാറ് നാവടക്കു പണിയെടുക്കും എന്നാണ് പറയാറ്. പക്ഷെ ഇവിടെ പിണറായി വിജയൻ പറയുന്നത്, ഗോവിന്ദനോടൊക്കെ പറയുന്നത് നാവടക്കു മര്യാദയ്ക്ക് ഇരിക്കുന്ന, പണിയെടുക്കാനും ഗോവിന്ദൻ പണിയെടുക്കാൻ പോയാലും പാരയാണ്, സംസാരിക്കാൻ പോയാലും പിണറായി വിജയന് പാരയാണ്. അപ്പോൾ ആ ഗോവിന്ദനെ പോലുള്ളവർ ആ രീതിയിലാണ് കൈകാര്യം ചെയ്തത്. അപ്പോൾ ഗോവിന്ദനേക്കാൾ വലിയ ഉയർന്ന സ്ഥാനത്ത് പത്രപ്രവർത്തനം കാണാൻ പിണറായി വിജയൻ ഉദ്ദേശിക്കുന്നില്ല. അതിന് പകരം ഗോവിന്ദന് പകരം അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ മാളികപ്പുറത്തമ്മയ്ക്ക് കല്യാണം കഴിച്ചു പോയി എന്ന് പറയുന്ന സ്വരാജിനാണ് ഇപ്പോൾ ആ പവർ കൊടുത്തിരിക്കുന്നത്. സർ, അത് ഈ പറഞ്ഞത് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഇതിങ്ങനെ വെറുതെ നമ്മളിങ്ങനെ ഇതിൻ്റെ ഇടയിലൊന്ന് ഉദാഹരണം പോലെ പറഞ്ഞു പോകേണ്ട കാര്യമല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇടപെടുന്നതല്ല ഞാൻ, കാരണം അത്രത്തോളം സാർ പറഞ്ഞ വളരെ ഗൗരവമേറിയ ഒരു വിഷയം തന്നെയാണ്. അതിന് നമ്മളൊരു എപ്പിസോഡ് തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. ഇതിപ്പോൾ ഈ മുഖ്യമന്ത്രി ഇത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ഇതുപോലെ 10 പത്രസമ്മേളനം നടത്തിയാൽ മതി UDFന് ജയിക്കാൻ. അല്ലാതെ ചെറിയ ഉത്തരം പറയാം. മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിയാൽ വോട്ട് പോവും, UDF ജയിക്കും. പത്രസമ്മേളനം നടത്തിയില്ലെങ്കിൽ ഇതാ സ്ഥിതി. അപ്പോൾ എന്ത് ചെയ്യണം മുഖ്യമന്ത്രി? അല്ല സാറേ, ഇതിൽ ഒരാളെ വിളിച്ചു വരുത്തി ആക്ഷേപിക്കുന്നതും ഒരാളെ നമ്മൾ അവഗണിക്കുന്നതും രണ്ടാണ്. നമുക്കൊരാളോട് താല്പര്യമില്ല, നമ്മൾ ആളെ അവഗണിക്കുന്നു, ഓക്കെ, അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ താങ്കളെ വിളിച്ചു വരുത്തിയിട്ട് താങ്കൾ വന്നിരിക്കുമ്പോൾ പ്രതിപക്ഷ നിരയിലാണെങ്കിൽ പോലും പ്രതിപക്ഷ ബഹുമാനം കൽപ്പിക്കേണ്ടത് ആവശ്യമുണ്ട്. അപ്പം നമ്മളുടെ ആശയഗതികളോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെ മാത്രം നമ്മൾ മാനിക്കുകയും അല്ലെങ്കിൽ അവരോട് മാത്രം നമ്മൾ സഹിഷ്ണുതാപൂർവ്വം പെരുമാറുക എന്ന് പറയുന്നത് അതൊരു മാന്യമായ സംസാരമല്ല, മാന്യമായ പെരുമാറ്റ രീതിയല്ല, മാന്യമായ സംസ്കാരമല്ല. ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും ഭൂഷണമല്ല. മാധ്യമപ്രവർത്തകരെ മാധ്യമ സമ്മേളനത്തിനാണ് വിളിച്ചിരിക്കുന്നത്, പ്രസ് മീറ്റിനാണ്. പ്രസ് മീറ്റിന് വിളിക്കുമ്പോൾ ഔദ്യോഗികമായി ക്ഷണിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് തന്നെയാണ് അവർ വരുന്നത്. അല്ലാതെ ഞങ്ങളും കൂടി വരട്ടെ എന്ന് പറഞ്ഞിട്ട് കയറി ചെല്ലുന്ന ഇൻ്റർവ്യൂവിന് പോവല്ല അല്ല. അപ്പോൾ തീർച്ചയായിട്ടും മാധ്യമ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരും ആരെയാണ് അഭിമുഖം എടുക്കുന്നത്, അഭിമുഖം നടത്തുന്ന ആളും എടുക്കുന്ന ആളും ഒക്കെ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അല്ലെങ്കിൽ ചോദ്യങ്ങൾ അതിര് വിടുകയാണെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. ഇതിപ്പോൾ ഇന്ന് സമൂഹത്തിലുള്ള വിഷയം മാത്രമല്ലേ ചോദിച്ചോളൂ. വ്യക്തിപരമായ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. കരിമണൽ ഖനനത്തെക്കുറിച്ച് ചോദിച്ചിരുന്നു, എന്ത് പറയായിരുന്നു? അല്ല, അതൊന്നും മാധ്യമങ്ങൾ അവിടെ അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ ഇലക്ഷൻ കാലത്ത് മുഖ്യമന്ത്രി എന്ന രീതിയിൽ മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെട്ടിട്ടുള്ള പല കേസുകളും ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പം ഇവിടെ സാമാന്യന് ഇന്നിപ്പോൾ ഉണ്ടായി വന്നിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് വർഗീയവാദികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് രണ്ട് മുന്നണിയിലും പ്രബലരായ എല്ലാ മുന്നണികളും പറയുന്നുണ്ട്. അതിൽ UDFും പറയുന്നുണ്ട്, LDFും പറയുന്നുണ്ട്. വർഗീയവാദികൾ ആരൊക്കെയാണെന്നുള്ള നിർവചനവും ഇവർ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ CPM SDPIയുടെ വോട്ടുകൾ സ്വീകരിക്കുമോ എന്നാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. അത് നാളെ VD സതീശനെ കാണുമ്പോൾ VD സതീശനോട് മാധ്യമങ്ങൾ ചോദിക്കും. ജമാഅത്തെ ഇസ്ലാമിയുടെ ചോദിക്കുന്നുണ്ടല്ലോ. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുണ്ടോ, നിങ്ങളുമായിട്ട് സഹകരണം ഉണ്ടോ എന്ന് എത്രയോ പ്രാവശ്യം സതീശനോട് ചോദിച്ചിരിക്കുന്നു. അതെ, സാദിഖലി തങ്ങളോട് ചോദിച്ചിരിക്കുന്നു, എല്ലാവരോടും ചോദിക്കുന്നുണ്ട്. അവിടെ ഒന്നും ഇവരൊന്നും ഇങ്ങനെ പറയുന്നില്ലല്ലോ. അല്ല, അവിടെ ഈ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ എന്നാൽ പിന്നെ കാണാമെന്ന് പറഞ്ഞ മൈക്ക് ഓഫ് ചെയ്തിട്ട് എഴുന്നേറ്റ് പോകുന്നത് സമയം കഴിഞ്ഞു, മാന്യതയല്ലല്ലോ. സമയം കഴിഞ്ഞു, ഇനി നാളെ കാണാം. അപ്പോൾ അതൊക്കെ ഒരു തരത്തിലുള്ള ഒഴിഞ്ഞു മാറലാണ്. അല്ലെങ്കിൽ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാണിക്കുക എന്നുള്ളൊരു നാടൻ ഭാഷയിൽ പറയും. നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ കുറിച്ച് ഞാൻ അപഹാസ്യമായ വാക്കുകൾ പറയുന്നില്ല. അതിന് രസകരമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ചെറിയ ക്ലാസ്സുകളിലൊക്കെ കുട്ടികളോട് ചോദിക്കുക 2 2 4 അല്ലെ 2 + 2 എത്രയാണെന്ന് ചോദ്യം ചോദിക്കുമ്പോൾ അറിയാവുന്ന പിള്ളേരെ ചാടിക്കയറി 4 4 ഈ ചോദ്യത്തിന് ഉത്തരം അറിയത്തില്ലാത്ത പിള്ളേർക്കൊക്കെ തലയടിച്ച് ടീച്ചറിൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ മാറിപ്പോകും. പിണറായി വിജയൻ യഥാർത്ഥത്തിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ സത്യസന്ധമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന അല്ലെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാനുള്ള ഈ 5ാം ക്ലാസ്സുകാരൻ്റെ ജാള്യതയാണ് പിണറായി. അത് ഒരു ഭരണാധികാരി എന്ന രീതിയിൽ നമ്മൾ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുമ്പോൾ
മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വികസന നേട്ടങ്ങളെക്കുറിച്ച് അവിടെ ചർച്ച ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ 2026 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൈക്കൊള്ളുന്ന ഇലക്ഷൻ നടപടികളെക്കുറിച്ച്, അതിന് നിലപാടുകളെക്കുറിച്ചാണ് ചോദിച്ചത്. അവിടെ SDPI എന്ന സംഘടനയുമായി ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സഖ്യമുണ്ടോ? കറണ്ട് ഇഷ്യൂ വോട്ട് സ്വീകരിക്കുമോ? ഇത് നിലവിൽ ഇതറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്, ജനങ്ങളിലേക്ക് ഇത് എത്തിക്കാൻ മാധ്യമങ്ങൾക്ക് താല്പര്യമുണ്ട്. അവരുടെ ദൗത്യം അത് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന മുഖ്യമന്ത്രിക്ക് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ് ജയശങ്കർ എന്ന് പറഞ്ഞ ആ മാധ്യമപ്രവർത്തകനിലൂടെ മുഖ്യമന്ത്രിക്ക് കിട്ടിയത്. ഇത് പലപ്പോഴായി ക്രൈം നന്ദകുമാറും ഷാജൻ സ്കറിയയും ഉൾപ്പെടെയുള്ള ഓൺലൈൻ മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ചോദിച്ച ചോദ്യങ്ങൾ ഇപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്ന് ഒരാൾ മുഖ്യമന്ത്രിയുടെ നേർക്ക് വിരൽ ചൂണ്ടി ചോദിച്ചു. വളരെ നമുക്ക് സന്തോഷം തോന്നി. അത് മുഖ്യമന്ത്രിയെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി പറഞ്ഞല്ല, നട്ടലുയർത്തി എന്നുള്ള മാധ്യമപ്രവർത്തനം എന്തായിരിക്കണം മാധ്യമപ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ്. എന്തായാലും ഇനിയെ തുടർന്ന് ഇനിയിപ്പോൾ നാളെ ആ മാധ്യമപ്രവർത്തനെ കൊണ്ട് ബലം പ്രയോഗിച്ച് എന്താണ് മാപ്പ് പറയിപ്പിക്കുക എന്നുള്ളത് നമുക്കറിയില്ല, കാത്തിരിക്കാം. ഇനി ഇതൊരു തുടക്കം മാത്രമായിരിക്കും എന്ന് വിചാരിക്കും.